ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്യേ സ്വാമിയേ ശരണമയ്യപ്പ. കഴിഞ്ഞ ദിവസം 18ാം പടി ചവിട്ടാനും ശാസ്താവിനെ കാണാനുമുള്ളൊരു അതുല്യ ഭാഗ്യം ഭഗവാൻ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും തന്നു. ആ 18 പടിയായിട്ടുള്ള ആ ആത്മീയ ഊർജം മുകളിലേക്ക് പ്രവഹിച്ച് തത്വമസിപ്പൊരുളിൽ വിലയം പ്രാപിക്കുന്നത് പോലെ തന്നെയാണ് ഭഗവാനിലേക്ക് എത്തുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ശാസ്താവിൻ്റെ അയ്യപ്പൻ്റെയും കഥ. ശാസ്താവിൻ്റെ അവതാരമായിരുന്ന അയ്യപ്പൻ, അങ്ങനെ പല കാര്യങ്ങളും. പക്ഷേ ഇതൊന്നും അറിയാഞ്ഞിട്ട് കൂടിയും എല്ലാ ചൈതന്യവും കൊണ്ടുപോകുന്ന 2-3 സംസ്ഥാനക്കാരെ ഞാൻ പറയാം. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക. അവർ എല്ലാ വർഷവും വരും, എന്ത് കഠിനതകൾ സഹിച്ചും വരും. മലയാളികളെക്കാളും വിശ്വാസമാണ്. മലയാളികൾക്ക് ഒന്നും ഒരു 100% 1% പോലും അവരുടെ വിശ്വാസമില്ല. എല്ലാ ഐശ്വര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ അവിടുത്തെ വലിയ വ്യവസായികൾ മുതൽ അവിടുത്തെ വലിയ രാഷ്ട്രീയക്കാർ, സിനിമാ നടന്മാർ എല്ലാവരും തങ്ങൾ ആരാണെന്നുള്ള ബോധം പോലും ത്യജിച്ചുകൊണ്ട് ഇവിടെ വരുന്നത്. അത്രയ്ക്ക് വിശിഷ്ടമായ എന്തോ ശക്തി അവരെ ഇങ്ങോട്ട് ആകർഷിക്കാറുണ്ട്. പുരാണത്തിൽ പോലും ഭഗവാന്റെ ആവിർഭാവത്തെക്കുറിച്ച് ഒരു ഉല്ലേഖനവുമില്ല. ശിവപുരാണത്തിൽ തപ്പിയാലോ വിഷ്ണു പുരാണത്തിൽ തപ്പിയാലോ ഒന്നും നമുക്ക് കിട്ടില്ല. സ്കന്ദ പുരാണത്തിലുണ്ട്, ബ്രഹ്മാണ്ഡ പുരാണത്തിലുണ്ട്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ എഴുതിയിരിക്കുന്ന നമുക്ക് വിശ്വാസയോഗ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സ്കന്ദ പുരാണം എന്ന വിശ്വാസയോഗ്യമായിട്ടുള്ള ആ പുരാണത്തിൽ എഴുതിയിട്ടുണ്ട് വളരെ ലൈറ്റായിട്ട് ചെറിയ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഭഗവാനെക്കുറിച്ച് പഠിക്കാൻ പോയാൽ ഒരിക്കലും മനസ്സിലായില്ല. ഭഗവാൻ അതാണ് ഇതാണ്. ശ്രീവിദ്യയിലുണ്ട് ഒരു ആർട്ടിക്കിൾ ഒരാൾ എനിക്ക് അയച്ചു തന്നിട്ട്, ശ്രീവിദ്യയിൽ ഭഗവാനുണ്ട് എന്നുള്ള ഈ ആർട്ടിക്കിൾ ഞാൻ മുൻപ് വായിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എനിക്കറിയാം, പക്ഷെ ഞാനത് പറയാത്തതിന് കാരണം, ഞാൻ ഭഗവാനെക്കുറിച്ച് ഒന്നും പറയാത്തതിന് കാരണം ഇതാണ്. പണ്ട് ഞാൻ ശബരിമലയിൽ പോകുന്ന വീഡിയോ ഇട്ടപ്പോൾ ഭഗവാൻ അതാണ് ഇതാണെന്നുള്ളൊരു ഞാൻ വായിച്ച് മനസ്സിലാക്കിയതിന് ഒരു ലൈറ്റ് കാര്യം പറഞ്ഞു തന്നു. പക്ഷേ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നിങ്ങൾ ഓരോരുത്തരും അറിയേണ്ട ദേവനാണ്, സ്വയമായിട്ട് അറിയേണ്ട ദേവനാണ് ശാസ്താവ്. ശാസ്താവിൻ്റെ മറ്റൊരു പേരാണ് പരായഗുപ്തൻ. ഗുപ്തമായിട്ടുള്ള അറിവ്, അല്ലെങ്കിൽ നമ്മൾ പറയും എന്ത് മൂടി വയ്ക്കപ്പെടുന്നത് എന്താണോ അതാണ് ഗുപ്തം. ആ പരായഗുപ്തനാണ്. ഏറ്റവും ഗുപ്തമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ ഈ ലോകത്ത്? ബ്രഹ്മാവസ്ഥയാണ്. ബ്രഹ്മം ഒരു ദൈവമോ, അതൊരു അവസ്ഥയാണ്. ദൈവം അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. നമ്മളുടെ തന്നെ ഒരു അവസ്ഥയാണ്. നമ്മൾ ആനന്ദചിത്തനായി മാറുന്ന ഒരു അവസ്ഥയാണ്. അതിന് രൂപമില്ല, ഭാവമില്ല. അത് അനുഭവിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല, നാവുകൊണ്ട് രുചിക്കാൻ സാധിക്കില്ല, കാതുകൊണ്ട് കേൾക്കാൻ സാധിക്കില്ല, മൂക്കുകൊണ്ട് മണക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ചെന്ന് നിൽക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അതാണ് ബ്രഹ്മം. അതുകൊണ്ട് ആ ബ്രഹ്മത്തെ നമ്മൾ ഗുപ്തൻ എന്ന് വിളിക്കാം. ഏറ്റവും രഹസ്യ സ്വരൂപമുള്ളവനാണ്. ആ രഹസ്യ സ്വരൂപം തന്നെയാണ് ശാസ്താവിൻ്റെ. ആ സത്യം മനസ്സിലാക്കുമ്പോൾ പലരും ചിന്തിക്കും എന്തെയോ നിഗൂഢമായിട്ടുള്ള എന്തോ ശക്തിയുടെ ഉറവിടമാണ്. അങ്ങനല്ല. ആ ഗുപ്തത എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മമാണ്. അല്ലാതെ ശാസ്താവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ പോയാൽ ഒരിക്കലും ഒരിടത്തും നിൽക്കില്ല. ശാസ്താവിനെക്കുറിച്ച് പഠിച്ച് തീരില്ല. അപ്പോൾ ഒരു കാര്യമുള്ളൂ, കൈകൂപ്പി ഭഗവാന്റെ മുന്നിൽ നിൽക്കുക, അത്ര തന്നെ. ഞാൻ എന്തുകൊണ്ടാണിത് പറയാത്തതെന്നറിയാമോ? ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ അതാണ് ഇതാണെന്ന് നിങ്ങൾക്കൊരു അസംഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഭക്തിയും കൂടെ പോകും. നിങ്ങൾക്ക് കൺഫ്യൂഷനാകും. ശാസ്താവിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ശാസ്താവിനെ കൺഫ്യൂഷൻ ആക്കിയിട്ടുള്ളത് നമ്മളാണ്, മലയാളികളാണ്. ശാസ്താവിന് ഇത്ര, പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഇത്ര അനുഗ്രഹം കിട്ടുന്ന തന്നെ അവർക്ക് കൺഫ്യൂഷനില്ല. അവരിതാരാണ് ഇതാണെന്നൊന്നും അന്വേഷിക്കാൻ പോകില്ല. ശക്തിയുള്ള ഭഗവാൻ, എൻ്റെ ഭഗവാൻ, എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം, തത്വമസി പൊരുൾ, അത്ര തന്നെ. തത്വമസി എന്നൊക്കെ പിന്നീട് എഴുതിയതാണ്, നമുക്കറിയാം. പക്ഷെ അതിനു മുമ്പ് തന്നെ ഭഗവാൻ ഞാൻ തന്നെ എന്നുള്ള ബോധം. ശാസ്താവും അയ്യപ്പനും ഒന്നായി തീർന്ന സ്ഥലമാണ്. നമ്മൾ ഒരു ദേവൻ്റെ ശക്തി അളക്കുന്ന എങ്ങനെയാണെന്നറിയോ? ആ ദേവതാ ചൈതന്യത്തിലൂടെ ആരെങ്കിലും ആത്മ സാക്ഷാത്കാരം നേടിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. നമ്മളുടെ ഗുരുക്കന്മാരൊക്കെ നമ്മൾ അതാണ് കാണിച്ചു തരുന്നത്. ഓരോ ദേവനെയും വിളിച്ച് ആ ദേവനിലൂടെ ആത്മസാക്ഷാത്കാരം നേടി ഈ വഴിയിൽ പോയാൽ നിനക്കും അത് കിട്ടുവാടാ മകനെ എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ അയ്യപ്പസ്വാമി ശാസ്താവിനെ ഉപാസിച്ച് ഒന്നായി തീർന്നുകൊണ്ട് ശാസ്താവിനെ ഉപാസിച്ചാൽ നിനക്കും ആത്മസാക്ഷാത്കാരം കിട്ടുമെന്ന് നമ്മൾക്ക് മുന്നേ പോയി ഒരു പാത കാണിച്ചു തന്നു. നമ്മൾ പോകുന്നത് സത്യം പറഞ്ഞാൽ അയ്യപ്പൻ്റെ സ്മരണാർത്ഥമാണ്. അതുകൊണ്ടാണ് അയ്യപ്പൻ്റെ വസ്ത്രമായിട്ടുള്ള കറുപ്പ് നമ്മൾ കൊടുക്കുന്നത്. ശാസ്താവിൻ്റെ വസ്ത്രമായിട്ടുള്ള നീലയല്ല, കറുപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. അയ്യപ്പൻ്റെയാണ്. അയ്യപ്പനായി പോവുകയാണ് നമ്മൾ. അയ്യപ്പനായി, സ്വാമിയായി പോവുക നമ്മൾ. എന്തിന്? സ്വാമി ചെയ്ത അതേ പണി ചെയ്യാൻ. സ്വാമി എന്ത് ചെയ്ത് അവിടെ ചെന്ന് ഭഗവാനുമായി ഒന്നായി ആത്മസാക്ഷാത്കാരം നേടി. അതേ ആത്മസാക്ഷാത്കാരം നേടാനാണ് നമ്മൾ പോകുന്നത്. കുംഭമേളയ്ക്കൊക്കെ നാഗസന്യാസിമാർ പോകുന്ന പോലെ നമ്മൾ പോകുന്നത്. നമ്മൾ ഈ പേട്ട തുള്ളുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മാനവും നാണവും എല്ലാം മറന്നുകൊണ്ട് പേട്ട തുള്ളും. അവർ ഭസ്മം കൊണ്ടാണ് അവിടെ നൃത്തം ചുവട് വെക്കുന്നത്.
നാഗസന്യാസിമാർ. ഇവിടെ നേരെ തിരിച്ച് പലരും അത് യുദ്ധവുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞെങ്കിലും അതിനും അപ്പുറം അതൊക്കെ ആയിരിക്കാം, ഭഗവാന്റെ യുദ്ധവിജയവും അതും ഇതുമൊക്കെ ആയിരിക്കാം. എങ്കിലും അതിനും അപ്പുറം അതിനൊരു സന്യാസ ചിന്തയുണ്ട്. തൻ്റെ ശരീരത്തെ വെടിഞ്ഞുകൊണ്ട് എങ്ങനെയാണോ നാഗസന്യാസിമാർ വസ്ത്രം പോലും ധരിക്കില്ല, അതുപോലെ തൻ്റെ ശരീരത്തെയും നാണത്തെയും മാനത്തെയും എല്ലാം ഹനിച്ചുകൊണ്ട് എങ്ങനെയാണോ നാഗസന്യാസിമാർ ആ കുംഭമേളയിൽ പങ്കെടുക്കുന്നത്, അതേ രീതിയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്, പേട്ട തുള്ളുന്നത്. അങ്ങനെ പേട്ട തുള്ളി കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ 3 തരത്തിലുള്ള കടവും തീർത്ത് നമ്മൾ ഭഗവാനെ കാണാനെത്തുന്നത്. ഭഗവാനെ കണ്ട് നിർവൃതി അടയുക, അവിടെ ചെന്ന് കരയുക, അല്ലെങ്കിൽ അവിടെ ചെന്ന് അതൊന്നുമല്ല, ഇമോഷൻ അല്ല അവിടെ. ഭഗവാനും ഞാനും ഒന്നാണെന്നുള്ളൊരു അവസ്ഥ, ആ അവസ്ഥയിലേക്ക് എത്താനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം നമ്മളുടെ പ്രധാനപ്പെട്ട ശക്തികളെയെല്ലാം നമ്മളുടെ ഉള്ളിൽ തന്നെ ഒതുക്കിക്കൊണ്ട് അതിനെയൊന്നും പുറത്ത് കടത്തിവിടാതെ ആ എനർജിയെ, സെക്ഷൽ എനർജിയെ സ്പിരിച്വൽ എനർജിയാക്കി മാറ്റി മുകളിലേക്ക് ഉദ്ധരിപ്പിച്ച് ശരിക്കും വ്രതമെടുക്കുന്ന ഒരാൾക്ക് ആ ശബരിമലയിൽ പാദം വെക്കുമ്പോൾ 18ാം പടിക്ക് മുകളിലെത്തുമ്പോൾ ഒരു അനുഭവം ഉണ്ടാവും. ഭഗവാനെ കാണുമ്പോൾ ഒരു അനുഭവം, ഇയാൾക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല, ഇയാൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ, അയാൾ ദൈവമായെന്നുള്ളൊരു അവസ്ഥ. എന്ത് സംഭവിച്ചെന്ന് ഇയാൾക്ക് പോലും അറിയില്ല. കൃത്യമായി 41 ദിവസം വ്രതമെടുത്ത് ചെല്ലുന്ന ഒരാൾ, അയാൾ ചെല്ലുന്ന ആഗ്രഹ സാഫല്യത്തിനല്ല, എന്ത് ആഗ്രഹവും സാധിപ്പിച്ച് തരുന്ന ഭഗവാനാണ് നമ്മുടെ അയ്യപ്പസ്വാമി. എങ്കിലും നമ്മളൊന്നും ചോദിക്കില്ല, നമ്മൾ ആ അനുഭവത്തിൽ അങ്ങ് നിൽക്കും. അവിടുത്തെ വിഗ്രഹം എത്ര തവണ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ പറ്റിയത് നമുക്കറിയാം, തീപിടുത്തമൊക്കെ അറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ വെക്കുന്ന വിഗ്രഹത്തിന് പോലും പുതിയതായിട്ട് നിർമ്മിച്ചതാണെന്ന് പറയാം, എന്നിട്ട് പോലും അത്രയും ശക്തി എന്തുകൊണ്ടാണ്? അവിടെ വിഗ്രഹത്തിനല്ല ശക്തി, അവിടെ ഒരു അവസ്ഥയുണ്ട്, അയ്യപ്പൻ്റെയും ശാസ്താവിൻ്റെ ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് അനുഭവവേദ്യമാകണം. അതുകൊണ്ടാണ് ഒരു മഹാപുരുഷൻ ചിന്മയാനന്ദ സ്വാമി തത്വമസി എന്ന് എഴുതി വെക്കാൻ പറയുന്നത്. ആ ഒരു ബോധം നമ്മളിലേക്ക് വരണം. അതുകൊണ്ടാണ് അതെവിടെ ഏത് വിഗ്രഹം വെച്ചാലും അവിടെ ശക്തി വരുന്നത്. അവിടെ വിഗ്രഹത്തെക്കാളും പ്രാധാന്യം അവിടെ ഒരു ശക്തിയുണ്ട്. അത് ശബരിമലയ്ക്ക് പോയി ഏതൊരാളും, ഏത് നിരീശ്വരവാദിയായിട്ടുള്ള ഒരാളും സമ്മതിക്കുന്നൊരു കാര്യമാണ്. ശബരിമലയിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. നമ്മൾ മലയാളികൾ എന്താ യുക്തി പറയുന്നവരാ, ദൈവത്തെ പൊക്കി പറഞ്ഞാൽ നമുക്ക് കുറച്ചിലായതുകൊണ്ട് നമ്മൾ പറയും അവിടെ ഒരു ശക്തിയുണ്ട്. മലയാളികളെന്ന് ഞാൻ പറയുന്നത് മലയാളികളായിട്ടുള്ള ഹിന്ദുക്കൾ, നമ്മളിൽ ചില ആളുകൾക്ക് യുക്തി ചിന്തയാണ് ദൈവത്തെക്കാൾ മുമ്പ്. പക്ഷേ മറ്റ് മതങ്ങളിലുള്ളവർക്ക് പൂർണ്ണ വിശ്വാസമാണ് ദൈവത്തിൽ. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഐശ്വര്യമുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കും, നമ്മൾ വലിയ വ്യവസായം എല്ലാം ചെയ്യുമെങ്കിലും ദൈവത്തിൽ ശക്കലം പോലും വിശ്വാസമില്ല. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് ഏത് ഹിന്ദുവിനോട് ചോദിച്ചാലും ദൈവം ഉണ്ടെന്ന് പറയില്ല, അല്ലെങ്കിൽ അയ്യപ്പന് വിശ്വാസമാണെന്ന് പറയില്ല. എനിക്ക് അവിടെ ചിലപ്പോൾ ഒരു സുഖം കിട്ടി അതുകൊണ്ട് പോകുന്നതല്ല, അതെ അയ്യപ്പനെ കാണാമെന്ന് പോകുന്നില്ല, അയ്യപ്പന് ശക്തിയോ അല്ലെങ്കിൽ അയ്യപ്പൻ രക്ഷിക്കുകയൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു എന്തോ ഒരു അനുഭൂതിക്ക് വേണ്ടി ഞാൻ പോകുന്നതാണ്. ആത്മീയമൊന്നുമല്ല, ഒരു ഫീൽ കിട്ടും, അതിനുവേണ്ടി പോകുന്നതെന്ന് നമ്മൾ പറയും. പക്ഷെ മറ്റ് സംസ്ഥാനക്കാർ പോകുന്നത്, അല്ലെങ്കിൽ അവരെ അനുഭവിച്ചറിഞ്ഞ് ഭഗവാനെ നീ മാത്രമുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. എന്ത് കഷ്ടതകൾ സഹിച്ചും വരും. നമ്മൾ മലയാളികൾക്ക് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ പോലെ ശബരിമലയ്ക്ക് പോയിട്ട് വരാം, ഇത്ര അടുത്ത് കിടക്കുന്നുണ്ട്. അവരിത്രയും കാലം യാത്ര ചെയ്ത് ചിലർ നടയായി വന്ന് ആഹാരം വെച്ച് അതുപോലെ അവർ വരുന്നത്. നമ്മളങ്ങനെ ഒന്നുമല്ല. ഇവിടെ ഇരുമുടിക്കെട്ടിനോ അതിനോ ഒന്നുമല്ല പ്രാധാന്യം. അതെല്ലാം പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. പല പല സംസ്കാരമാണ്, അത് നമ്മൾ പാലിക്കണം. പക്ഷേ അതിൻ്റെ അപ്പുറം മനസ്സ് ശുദ്ധമായി പൂർണ്ണ വിശ്വാസം അയ്യപ്പനിൽ ശാസ്താവിൽ ഏൽപ്പിക്കാൻ സാധിക്കുമോ? നേടിത്തരും. ആ ശാസ്താവിൻ്റെ അവതാരമായിട്ടുള്ള അയ്യപ്പസ്വാമിയും എനിക്ക് എല്ലാം നേടിത്തരും എന്നുള്ള വിശ്വാസം. അല്ലാതെ അയ്യപ്പനെ പഠിക്കാൻ, അയ്യപ്പൻ മണിമണ്ഡപത്തിലാണോ അവിടെയാണോ ഇവിടെ, നമ്മളൊന്നും ചിന്തിക്കണ്ട. അല്ലെങ്കിൽ അവിടുത്തെ ആചാരം ഇതാണോ ഇതാണോ ഇത് സത്യത്തിൽ എന്താണ്, നമ്മൾ ഗവേഷണം നടത്താൻ പോകുന്നവരാണ് മലയാളികൾ. പക്ഷെ ഭഗവാനിൽ ലയിക്കാൻ പോകുന്നവരാണ് മറ്റ് സംസ്ഥാനത്തിലുള്ളവർ. അത്ര തന്നെയാണ് വ്യത്യാസം. നമ്മൾ ഗവേഷണമാണ്, സംശയമാണ്. നമ്മൾക്ക് എപ്പോഴും ഡൗട്ടാണ്, ഇവിടെ ഇന്ന ആളുകൾ കയറിയോണ്ട് എന്താ കുഴപ്പം? ആ ഡൗട്ട് നമുക്ക് തീർന്നു കിട്ടി. നമുക്ക് ഓരോ തവണയും ഓരോ ഡൗട്ട് വരും. ഈ ഡൗട്ടുകളെല്ലാം അയ്യപ്പനിൽ ചെന്നേ അവസാനിക്കുകയുള്ളൂ. നമ്മൾ അയ്യപ്പനെ എങ്ങനെയൊക്കെ പരീക്ഷിക്കാമോ, അയ്യപ്പൻ നമ്മളെ അയ്യപ്പനെയാണ് പരീക്ഷിക്കുന്നത്. ഭഗവാനെ പരീക്ഷിക്കുന്നവരാണ് നമ്മൾ മിക്ക യുക്തിവാദികളായിട്ടുള്ള ഹിന്ദുക്കൾ. യുക്തിവാദം മറ്റുള്ള ഒരാളുടെ വിശ്വാസത്തെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ അതിന് എന്ത് പേരിട്ട് വിളിക്കും? മറ്റൊരാളുടെ വിശ്വാസത്തെ ഹനിക്കാനായിട്ട് റിസർച്ച് നടത്തുക, മറ്റുള്ള ഒരാളുടെ വിശ്വാസത്തെ ഹനിച്ചുകൊണ്ടൊരു പുസ്തകം എഴുതുക, ഇതൊക്കെ എന്തിനാ? ഇത്രയും കാലം വിശ്വസിച്ചുകൊണ്ട് പോയിരുന്ന ഒരു സമ്പ്രദായത്തിലൂടെ ആൾക്കാർക്ക് മോക്ഷഗതി കിട്ടുന്നുണ്ടെങ്കിൽ, ആൾക്കാർക്ക് സംതൃപ്തി കിട്ടുന്നുണ്ടെങ്കിൽ, ആൾക്കാർക്ക് അനുഗ്രഹം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തിൻ്റെ കേടാണ് അതിനെ മാറ്റി പറയേണ്ടത്? അതവിടെ അങ്ങ് നിന്നോട്ടെന്നേ ശബരിമല.
നമ്മൾ എന്തിനാണ് അവിടുത്തെ ചരിത്രം മാറ്റാൻ പോകുന്നത്? നമ്മൾ ഭക്തന്മാരായി നിന്നു കൊടുക്കുക. ശബരിമല അയ്യപ്പനോട് വിശ്വാസമുണ്ടെങ്കിൽ അയ്യപ്പൻ അതാണോ ഇതാണോ എന്ന് അന്വേഷിക്കാനും അയ്യപ്പൻ്റെ ചരിത്രം അന്വേഷിക്കാനും നടക്കുകയല്ല. ഇനി ചരിത്രം അറിഞ്ഞത് ഞാൻ തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് അയ്യപ്പസ്വാമിയെക്കുറിച്ച്. അത് പലർക്കും വേദന ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കത് പറയാതിരിക്കാനുള്ള ബോധം തന്നത് പരായഗുപ്തനായ അയ്യപ്പൻ തന്നെയാണ്, ശാസ്താവ് തന്നെയാണ്. ഞാൻ ആകെ 2 കാര്യം പറഞ്ഞിട്ടുള്ളൂ. അയ്യപ്പനും ശാസ്താവും 2ആണ്. അതിൽ ഞാൻ നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞേ, അയ്യപ്പൻ കൃഷ്ണൻ്റെ അവതാരം എങ്ങനെയാണോ, അല്ല വിഷ്ണുവിൻ്റെ അവതാരം എങ്ങനെയാണോ കൃഷ്ണനാണ്, അതുപോലെ തന്നെയാണ് ശാസ്താവിൻ്റെ അവതാരമായിട്ടുള്ള അയ്യപ്പൻ, അത്ര തന്നെ. അതിൽ കൂടുതലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മളുടെ വിശ്വാസം പോലും ഇല്ലാതാക്കുന്ന പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പുറത്ത് പറയാത്ത എന്താ? പലരും ഞാൻ കേമനാണെന്ന് അറിയിക്കാൻ വേണ്ടി എന്തെങ്കിലും അറിഞ്ഞാൽ, ഞാൻ പണ്ഡിതനാണെന്ന് അറിയിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നമുക്ക് പാണ്ഡിത്യം കാണിക്കാൻ വേറെ പല കാര്യങ്ങളുമുണ്ട്. നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ വിശ്വസിക്കുന്ന ഒന്നിനെ ഉടച്ചുകൊണ്ട് അവരുടെ മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടല്ല നമ്മൾ പാണ്ഡിത്യം കാണിക്കേണ്ടത്. വേറൊരു കാര്യവും കൂടിയുണ്ട്. അയ്യപ്പനെക്കുറിച്ച് ഇവർ പറയുന്നത്, ശാസ്താവിനെക്കുറിച്ച് ഇവർ മനസ്സിലാക്കിയതൊക്കെ വിഡ്ഢിത്തരമാണ്. ഞാനും മനസ്സിലാക്കിയതും വിഡ്ഢിത്തരമാണെന്ന് എനിക്കറിയാം. ശാസ്താവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കരുത്. അതാണ് ആ പേര്, പരായഗുപ്തൻ. ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഗുപ്തമായവനാണ്. അയ്യപ്പനെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ അവനാണ് ലോകത്തെ ഏറ്റവും വലിയ നുണ പറയുന്നവൻ, ഏറ്റവും വലിയ കള്ളമാണ് അവൻ പറയുന്നത്. ഒരിക്കലും അയ്യപ്പനെ, ശാസ്താവിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ശാസ്താവിനെ അനുഭവിക്കാനേ സാധിക്കുകയുള്ളൂ. ഞാൻ പറയുന്നത് ഒന്നുകൂടെ കേൾക്കുക. ശാസ്താവിനെ മനസ്സിലാക്കാനോ പഠിക്കാനോ ശ്രമിക്കല്ലേ, അനുഭവിക്കാൻ ശ്രമിക്കൂ. ഒന്നും അറിയണ്ട, ആ രൂപം കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു, ആ യോഗപട്ടം ധരിച്ചിരിക്കുന്ന അയ്യപ്പസ്വാമി എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ അയ്യപ്പനെ ധ്യാനിക്കുന്നു, അത്രയും വിചാരിച്ചാൽ മതി. അതിൻ്റെ അപ്പുറം അത് ഇച്ഛാശക്തിയും ക്രിയാശക്തിയുമായിട്ടുള്ള പൂർണ്ണയും പുഷ്കലെ ആരാണ്? അത് സ്കന്ദനാണോ? സ്കന്ദൻ്റെ വല്ലി ദേവസേനയാണോ? ശ്രീവിദ്യാ സമ്പ്രദായമായിട്ട് എന്താണ് ബന്ധം? അല്ലെങ്കിൽ ഈ നാട്ടുവഴിയിൽ നമ്മൾ ആരാധിക്കുന്ന ഒരു മാന്ത്രിക മൂർത്തിയാണോ അയ്യപ്പൻ? ആ മാന്ത്രിക മൂർത്തിക്ക് വേറൊരു പേരുണ്ട്. ഇതൊക്കെയാണോ അയ്യപ്പൻ? അത് ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വീണ്ടും കൺഫ്യൂഷനാണ്. അങ്ങനെ കൺഫ്യൂഷൻ ആക്കണ്ട. നിങ്ങൾക്കറിയാമെങ്കിൽ, ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് ആരെയാണെന്ന് അറിയാമെങ്കിൽ പറയരുത്. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. കാരണം ആളുകൾക്ക് കൺഫ്യൂഷൻ ആവും. അയ്യോ, ഇത്രയും കാലം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നൊന്നും അല്ലല്ലോ അയ്യപ്പൻ, എന്തിനാ പാവങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നത്? ആ അയ്യപ്പസ്വാമി എന്ന ബ്രഹ്മമൂർത്തിയെ വിളിക്കുന്നതുകൊണ്ട് മോക്ഷം കിട്ടും, അനുഗ്രഹം കിട്ടും, എത്ര ആളുകളുടെ ജീവിതം മാറുന്നു. ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ മലയാളികൾ മാറണം. യുക്തിക്ക് പകരം ഭക്തിയെ സ്വീകരിക്കണം. ഇനി യുക്തിയാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ ശബരിമലയിൽ പോകാതിരിക്കുക. അവിടെ ചെന്ന് ചരിത്രം പഠിച്ച് അല്ലെങ്കിൽ അയ്യപ്പൻ ആരാണെന്നുള്ള ഡൗട്ട് കൊണ്ട് പോകാതിരിക്കുക. അയ്യപ്പന് പൂർണ്ണ വിശ്വാസത്തോടു കൂടി പോകുകയാണെങ്കിൽ എല്ലാം നേടിത്തരാൻ പറ്റുന്ന ചൈതന്യം. അപ്പോൾ തമിഴ്നാട്ടുകാർക്കും ആന്ധ്രാപ്രദേശുകാർക്കും കർണാടകക്കാർക്കും ഉള്ളൊരു ബോധം നമ്മൾക്കുണ്ടാവും. നമ്മൾക്ക് ഫുൾ ഡൗട്ടാണ്, ഇനി നമ്മുടെ ജീവിതത്തിൽ വല്ല അത്ഭുതം നടക്കുമോ? ശാസ്താവിന് അത്രയും ശക്തിയുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മാറ്റാൻ മാത്രം ഒരു ദൈവത്തിന് സാധിക്കുമോ? എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് എഴുതി തള്ളപ്പെട്ട ആളുകൾക്ക് ജീവിതം കൊടുത്ത ആളാണ് അയ്യപ്പൻ. ഒരിക്കലും രക്ഷപ്പെടുകയില്ലെന്ന് എത്ര ക്ഷേത്രത്തിലും എത്ര ആശുപത്രികളിലും പോയിട്ട് പോലും രക്ഷപ്പെടുകയില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ അയ്യപ്പസ്വാമിക്ക് നേർന്ന് ഒരുപാട് പേർക്ക് സന്താന പ്രാപ്തി. ശാസ്താവിൻ്റെ ഒരു രൂപമാണ് സന്താന ശാസ്ത. ആ ശാസ്താവിന് ഒക്കെ നേർന്ന് എത്ര അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ശാസ്താവിനെക്കുറിച്ച് കൂടുതൽ കുക്ഷി ശാസ്താവ് ആരാണെന്ന് ആൾക്കാർ അന്വേഷിച്ച് എൻ്റെ അടുത്ത് ഒരാൾ വന്ന് കമൻറ്റ് ബോക്സിൽ, എനിക്കറിയാം നിങ്ങൾ എങ്ങോട്ടാണ് റൂട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയത്തുമില്ല. അത് നിങ്ങൾക്കറിയാമെങ്കിൽ പറയുകയും വേണ്ട. കാരണം അതൊന്നുമല്ല സത്യം. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന, ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പല പേരുകൾ കേട്ടിട്ടും സെർച്ച് ചെയ്യാനോ ഒന്നും വേണ്ട. ആ ശ്രീവിദ്യാ സമ്പ്രദായവും ശാസ്താവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഒരാൾ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. നല്ല രസമുള്ള ഒരു ആർട്ടിക്കിളാണ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഭഗവാനിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന കാര്യങ്ങൾ, കൺഫ്യൂഷൻ ആക്കുന്ന കാര്യങ്ങൾ കേൾക്കാതിരിക്കുക. നമ്മൾ മലയാളികൾ കുറേ ദിവസങ്ങളായി പല വിവാദങ്ങൾ ഭഗവാന്റെ പേരിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ഇങ്ങനല്ല, ഭഗവാൻ അതാണ്, ഭഗവാൻ ഇന്നത് പറഞ്ഞു, ഭഗവാൻ ഇതാണ്. നമ്മൾ മനസ്സിലാക്കിയതൊന്നുമല്ല, ഭഗവാൻ കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൺഫ്യൂഷൻ ആക്കുമ്പോൾ അയ്യപ്പസ്വാമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശാസ്താവ് എന്ന് പറയുന്നത് നിങ്ങളോ ഞാനോ വിചാരിക്കുന്ന ഒരു തുച്ഛമായ ശക്തിയല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അവസ്ഥയായ ബ്രഹ്മാവസ്ഥ തന്നെയാണ് ഭഗവാനും നമ്മൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ ലോകം മൊത്തം ഭരിക്കുന്ന ഈ ഭഗവാന്, ആ ഭഗവാന്റെ ശാപം കിട്ടിയാൽ എന്തൊക്കെ സംഭവിക്കാം ഒരാളുടെ ജീവിതത്തിൽ? അയ്യപ്പസ്വാമിയെ വിളിച്ചുയർന്നാൽ അതിനെപ്പോലെ തന്നെ അയ്യപ്പസ്വാമിയെ നിന്ദിച്ച് താഴുന്നവർ പോലും ഉണ്ട്. അത് യുക്തിവാദത്തിൻ്റെ ചിന്തയോടെ നിങ്ങൾ കാണുകയാണെങ്കിൽ ധൈര്യമായി ഒരു 5 പേരോട് പറഞ്ഞ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ ചെന്ന് നിന്ന് വെല്ലുവിളിച്ച് നോക്ക്. ശാസ്താവെ, ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു എന്നൊന്ന് വെല്ലുവിളിച്ച് നോക്ക്. ആ 5-6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ പഴയ നിലയിലാണെങ്കിൽ നിങ്ങൾ പറയുന്ന പരിപാടി ഞാൻ ചെയ്യാം. അതുകൊണ്ട് അയ്യപ്പസ്വാമിയെ വെല്ലുവിളിക്കാനോ അയ്യപ്പസ്വാമിയുടെ ചരിത്രം തിരുത്താനോ ഒന്നും പോകാതെ വിശ്വാസത്തോടെ ശബരിമല കയറാനും അയ്യപ്പനിൽ പൂർണ്ണ വിശ്വാസം കേന്ദ്രീകരിക്കാനും അയ്യപ്പനെ എൻ്റെയാക്കി സ്വീകരിക്കാനുമുള്ളൊരു മനസ്സ് കാണിക്കുക. അല്ലാതെ യുക്തിവാദം കൊണ്ട് നമ്മൾ
ഹിന്ദുക്കൾക്ക്, മലയാളി ഹിന്ദുക്കൾക്കുള്ള ഒരു പ്രശ്നമാണ്. പലരും ഇത് പറയുന്നത് കൊണ്ട് പല ഹിന്ദുക്കൾ പോലും എന്നെ എതിർത്ത ചരിത്രമുണ്ട്, കാര്യമുണ്ട്. പലരും എന്നോട് പറയും, എന്തുകൊണ്ടാണ് ഹിന്ദുക്കളെ, ഞാൻ കുറ്റം പറയുന്നതല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, മറ്റു മതത്തിൽപ്പെട്ട ഒരാൾക്കും അവരുടെ ദേവതന്മാരെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ദൈവസങ്കല്പത്തെക്കുറിച്ച് ഒരു സംശയവുമില്ല. അതിൻ്റെ അനുഗ്രഹം അവർക്കുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർക്കുണ്ട്, നല്ല അനുഗ്രഹമുണ്ട്. അവരുടെ ജീവിതത്തിൽ അത് കാണാം, അവരുടെ പ്രവൃത്തിയിൽ അത് കാണാം. അവരെന്ത് ചെയ്താലും ആ ദൈവത്തിന് സമർപ്പിച്ച് ചെയ്യുന്നവരാണ് മറ്റ് വിശ്വാസികൾ. എങ്കിൽ നമ്മൾക്ക് മാത്രമേ ഉള്ളൂ നമ്മളുടെ ദേവന്മാരെ സംശയം, നമ്മളുടെ ദേവന്മാരുടെ ചരിത്രം പഠിക്കുന്നത്, അതിനെ കളവാണെന്ന് സിദ്ധീകരിച്ചെടുക്കുക, നമ്മൾ തന്നെ പാരയാകുക. അതിലൊക്കെ ആ ഭഗവാനെ ഒന്ന് അനുഭവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ശബരിമലയ്ക്ക് പോയാൽ പൂർണ്ണ വിശ്വാസമായിട്ടും ഒരു തരത്തിലുള്ള ഭഗവാൻ ആരാണ് എന്നറിയാൻ പലരും എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നതാണ്. ഭഗവാൻ ഇതാണെന്ന് കേട്ടു, അതാണെന്ന് കേട്ടു, ഭഗവാൻ ഇങ്ങനെയാണെന്ന് കേട്ടു, അയ്യപ്പൻ ഇതാണോ, അയ്യപ്പൻ അതാണോ, ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. പൂർണ്ണ വിശ്വാസത്തോടെ അയ്യപ്പ നീ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വിശ്വാസം, പൂർണ്ണ വിശ്വാസം ഭഗവാന് കൊടുത്ത് ശബരിമല ചവിട്ടിയാൽ 100% ചോദിക്കുന്നത് എന്തും തരും. അല്ലാതെ ഭഗവാൻ അതാണോ ഇതാണോ, അതാണ് ഭഗവാന്റെ പേര് മനസ്സിലാക്കിയാൽ മതി. പരായഗുപ്തൻ, 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 പരായഗുപ്തൻ. അത്രയും ഗുപ്തതയുള്ള ആളെ നമ്മളെങ്ങനെ മനസ്സിലാക്കാനാ? ആ ഭഗവാൻ പോലും വിചാരിച്ചാൽ, ഭഗവാന്റെ അത്രയും നല്ല സാധകനാണെങ്കിൽ ഭഗവാൻ നമ്മളെ മനസ്സിലാക്കി തരും ഭഗവാൻ ആരാണെന്ന്. പക്ഷെ അത് പുറത്ത് പറയാൻ പറ്റില്ല. നമ്മുടെ ആത്മീയ അനുഭവം നമ്മൾക്ക് പുറത്ത് പറയാൻ പറ്റില്ല. ധ്യാനിച്ച് മനസ്സിലാക്കേണ്ട ആളാണ്, അല്ലാതെ വായിച്ച് മനസ്സിലാക്കേണ്ട ആളല്ല ഭഗവാൻ. ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തിയേ സ്വാമിയേ ശരണമയ്യപ്പ.